അപ്പൊ ഈ ഇപ്പൊ സിനിമ എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ പറയാറുണ്ട് സിനിമ ഭയങ്കര നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ. ഒരിടക്ക് അത് വന്നപ്പോൾ സിനിമ ആൾക്കാരെ ബാഡായ രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ വയലൻസ് കൂടുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ ഇപ്പോഴത്തെ സിനിമ ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ രണ്ട് കാലഘട്ടത്തിലും സാറ് സിനിമ ചെയ്തിട്ടുണ്ട്. എന്ത് തോന്നുന്നു ആ ഒരു ഡിഫറൻസിന്? രണ്ട് കാലഘട്ടത്തിൽ വയലൻസ് ഉണ്ട്. ഇപ്പോൾ വയലൻസ് കുറവാണെന്ന് എനിക്ക് പറയാം. ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ പഴയ സീനിയർ വില്ലന്മാരൊക്കെ ചെയ്യുന്ന വയലൻസ് ഭയങ്കര അതിഭീകരമായ വയലൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും വയലൻസ് ഒന്നും ഇപ്പോൾ ഇല്ല, സിനിമയില്ല. വയലൻസ് ഉണ്ട്, ഇല്ലാതില്ല. എന്നാലും രണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ്. രണ്ട് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, നടന്മാരുടെ പ്രത്യേകതയുണ്ട്, കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്, ഈ സോഷ്യൽ ഇതിവൃത്തങ്ങളുടെ വ്യത്യാസമുണ്ട്, കഥ പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വ്യത്യസ്തമായ രീതിയിൽ പുതിയ പുതിയ കഥാതന്തുക്കൾ കണ്ടെത്തി അതിനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സിനിമ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് പല കുട്ടികളിലും വരുന്നത് എന്നുള്ള ഒരു ഒപ്പീനിയനോട് യോജിക്കുന്നുണ്ട്? ഇല്ല, അതില്ല. കുട്ടികൾ സിനിമ കാണണം, നല്ലതും ചീത്തയും തിരിച്ചറിയണം. കാരണം നല്ലതറിഞ്ഞാൽ ചീത്ത അറിയാൻ പറ്റുമോ, ചീത്ത അറിഞ്ഞാൽ നല്ലതറിയാൻ പറ്റും. അപ്പം നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞിട്ട് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക, ചീത്തയത് തള്ളിക്കളയുക, അത്രേ ഉള്ളൂ.